ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും 1995 വിക്ടബേർ നടത്തിയ ബൈബിൾ ക്ലാസ്സിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ അനേകം ഭാഗങ്ങളായി കേട്ടുവന്നു ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച്. അതുപോലെ സദ്വചനങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ നാവ് ദൈവത്തിൻ്റെ നാവായി മാറുന്നതിനെക്കുറിച്ച് നമുക്കറിയാം. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതാണ് തീർച്ചയായിട്ടും നമ്മുടെ അതരങ്ങളിലൂടെ പുറത്തു വരിക. അപ്പോൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഈ അനുതാപം വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ പരിച്ഛേദനമാണ് അനുതാപം എന്ന് പറയുക. അപ്പോൾ ഈ നമ്മുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് ആ ഒരു ഹൃദയത്തിലേക്ക് നോക്കുവാനാണ് ഈശോ നമ്മളെ ഓരോ സമയവും ആഹ്വാനം ചെയ്യുന്നത്. ഈശോ ശിഷ്യന്മാരോടും അതുപോലെ യഹൂദരോടും എപ്പോഴും ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ അധരങ്ങൾ കൊണ്ട് എന്നെ ആരാധിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 23-ും 24-ലും എല്ലാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം ആത്മാവാണ്, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, യഥാർത്ഥ ആരാധന എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ആരാധനയാകുന്നത്. ഉൽപ്പത്തി പുസ്തകം 7-ഉം 8-ഉം 9-ഉം എല്ലാ അധ്യായത്തിൽ നമ്മൾ നോഹയെക്കുറിച്ച് കാണുന്നുണ്ട്. ഈ നോഹ കർത്താവിന് പ്രീതികരമായി ജീവിച്ചവനാണ്. മനുഷ്യൻ്റെ പ്രീതി നോക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം പരിപൂർണമായിട്ട് നിറവേറ്റിയ ഒരു വ്യക്തിയാണ് നോഹ. നോഹ അത്യുന്നതനായ ദൈവത്തിന് ബലിയർപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20-ഉം 21-ഉം തിരുവചനത്തിൽ പറയുകയാണ്, നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു, ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഹൃദ്യമായ അർപ്പണമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക. അപ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ സുഗന്ധം എത്തിച്ചേരുക. നമ്മുടെ പ്രാർത്ഥനകൾ, ആ ഹൃദയത്തിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുക. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലും എല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുക. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ചാണ് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകുക. 10-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വ്യത്യാസം വരുന്നതനുസരിച്ചാണ് ദൈവരാജ്യത്തിൽ വളർച്ചയുണ്ടാകുക, ദൈവം ഏറ്റവും സന്തോഷിക്കുക. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നമ്മളിൽ വരുന്ന മാറ്റമനുസരിച്ച് ഈശോയ്ക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. അപ്പോഴാണ് ആ ഹൃദ്യമായ ഗന്ധം ദൈവസന്നിധിയിലെത്തുക. അനുതാപം നമ്മളിലുണ്ടാകുമ്പോൾ ഈ പിതാവിൻ്റെ ഹിതം നിറവേറ്റുക എന്ന് പറയുമ്പോഴും അനുതപിക്കുന്ന ഹൃദയത്തെ സ്വന്തമാക്കുകയാണ് നമ്മൾ. അങ്ങനെയാണ് ഈശോയുടെ ഭക്ഷണത്തെക്കുറിച്ചും ഈശോയുടെ ശുശ്രൂഷകളും എല്ലാം ഈശോയാകുന്ന അനുതാപത്തെ നമുക്ക് തരികയായിരുന്നു. ഈശോയാകുന്ന ബലി നമുക്ക് അവിടുന്ന് തരികയായിരുന്നു. തൻ്റെ ശുശ്രൂഷയിലൂടെ അവിടെ നമുക്ക് ചെയ്തു തന്നത്. അപ്പോൾ നമ്മളും നമ്മുടെ ഒരു നിർമ്മല ഹൃദയം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, ഈശോ വരുമ്പോൾ ഓരോ കുടുംബങ്ങളും എങ്ങനെയാണ് ഈശോയെ സ്വന്തമാക്കേണ്ടത്, ആ വചനത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള കാര്യമെല്ലാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടു. നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ
ചിലപ്പോൾ കരിഞ്ഞു പോകുന്നതിൻ്റെ കാര്യം അവിടെ തിന്മയുണ്ടാകുന്നത് കൊണ്ടാണ്. അഥവാ നമ്മൾ മറ്റു കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ കുറ്റങ്ങളും പാപങ്ങളും എല്ലാം നമ്മളിൽ നിന്നുകൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തകർച്ചയുണ്ടാകുന്നു, അസ്വസ്ഥതകളുണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കുടുംബജീവിതത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് ഇട്ടുപേർ വെളിപ്പെടുത്തുകയാണ്. ഈശോ വരുമ്പോൾ ഭർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങും. ഇങ്ങനെ ചെയ്താൽ സ്ത്രീകളെല്ലാം വേഗം കർത്താവിലേക്ക് വരും. സഹോദരിമാർ ഒരു വചനം പാലിച്ചാൽ മതി. 1 പത്രോസ് 3:1-7 വരെ. എല്ലാ ഭർത്താക്കന്മാരും മക്കളും കർത്താവിൽ വരും. വചനമാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ ഞാനൊരു സഹോദരിയെ കണ്ടുമുട്ടി. ഭർത്താവുമായി 14 വർഷമായി അകന്ന് ജീവിക്കുകയാണ്. 5 മക്കളുണ്ട്. ധാരാളം സ്വത്തുക്കളും 100 കണക്കിന് ഏക്കർ സ്ഥലവുമുണ്ട്. ഭർത്താവിന് അത്രയും സ്വത്തില്ല. പിന്നെ എന്തിനാണ് ഭർത്താവിനെ എന്നാണ് ചോദിക്കുന്നത്. 68 വയസ്സുണ്ട്. കാതിൽ വലിയ പവിഴക്കമ്മലുകളും വളകളും മാലകളും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഹൃദയത്തിൽ സമാധാനമില്ല. മക്കളെല്ലാം ഇപ്പോൾ ഓരോന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ സമാധാനം കിട്ടുവാനായി ഓരോ സ്ഥലത്തേക്ക് ഓടുകയാണ്. ഹൃദയത്തിൽ മാറ്റം വന്നെങ്കിലേ സമാധാനം വരികയുള്ളൂ. ഹൃദയത്തിൽ മാറ്റം വരണമെങ്കിൽ ഹൃദയം തുറക്കണം. ഹൃദയം ഈശോയ്ക്ക് കൊടുക്കണം. വചനം സ്വീകരിക്കണം. സ്നേഹം വരുമ്പോൾ എല്ലാ പാപങ്ങളും അവസാനിക്കും. 1 പത്രോസ് 4:8 പറയുന്നു, സ്നേഹം നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കുന്നു. 1 പത്രോസ് 3:1-7 വരെ. വിശുദ്ധ പത്രോസ് ഭർത്താക്കന്മാരോട് പറയുകയാണ്, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രയാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ വചനങ്ങളെല്ലാം വരുമ്പോഴാണ് നമുക്ക് മാറ്റം വരുന്നത്. വചനങ്ങളാണ് നമ്മളെ പുതിയ സൃഷ്ടികളാക്കുന്നത്. 2 കൊറിന്തോസ് 5:17 ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ പഴയ ജീവിതമെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് എഫെസസ് 4:17-24 വരെ ഉള്ള വചനം നമ്മൾ സ്വീകരിക്കുന്നത്. ചിലരെ 3 കൗൺസിലിംഗ് ചെയ്താലേ കർത്താവിൽ വരികയുള്ളൂ. ഒരു കൗൺസിലിംഗ് 3 മണിക്കൂറെങ്കിലും എടുക്കണം. അങ്ങനെ 9 മണിക്കൂറെങ്കിലും കൗൺസിലിംഗ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവർക്ക് ഈശോയിലേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ. കൗൺസിലിങ്ങിലൂടെയാണ് ഈശോയിലേക്ക് വരുവാൻ സാധിക്കുന്നത്. കൗൺസിലിംഗ് കൂടിയാണ് എല്ലാ സംശയങ്ങളും വിട്ടുപോകുന്നത്. ചിലരെ ഒരു കൗൺസിലിംഗ് ചെയ്താൽ മതി, ചിലരെ ധാരാളം കൗൺസിലിംഗ് ചെയ്യണം. കാരണം 2 കൊറിന്തോസ് 4:4 ഈ ലോകത്തിൻ്റെ ദേവൻ അവരിൽ ശക്തമായിരിക്കും. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് അവർ കപടത്തിലേക്ക് പോകും. ദൈവിക ജീവനിൽ നിന്ന് അകറ്റപ്പെടും. ഇത് വിട്ടുപോകണമെങ്കിൽ 3 കൗൺസിലിംഗ് തന്നെ വേണം. കൗൺസിലിംഗിൽ കൂടിയാണ് അമ്മയുടെ അരൂപികൾ വിട്ടുപോകുന്നത്. ദൈവം തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഒരിക്കൽ ഒരു സഹോദരൻ കൗൺസിലിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയായി. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി വീണ്ടും കൗൺസിലിംഗ് ചെയ്യണമെന്ന്. 2ാമത് കൗൺസിലിംഗ് ചെയ്തപ്പോൾ അയാൾ 27 മന്ത്രവാദികൾക്ക് അടിമയാണ് എന്നറിഞ്ഞു. അയാൾ ഒന്നും ഓർക്കുന്നില്ല. കാരണം പിശാച് എല്ലാം മറപ്പിച്ചു കളയും. അവൻ ഒന്നും ഓർമ്മിപ്പിക്കുകയില്ല. സാത്താൻ അനേകം തന്ത്രങ്ങളുണ്ട്, രഹസ്യങ്ങളുണ്ട്. അവന് പ്രബോധനങ്ങളുണ്ട്. ആഴമായിട്ടുള്ള രഹസ്യങ്ങളും അവനുണ്ട്. അവന് രഹസ്യ നിധികളുണ്ട്. ഇത് വെറുതെ ബുദ്ധിയിലിരുന്ന് ആലോചിച്ചാൽ ഒന്നും ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് എല്ലാവരും കൃപയിൽ വരണം. നമ്മൾ ഇതിലനേക കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വന്നില്ല എങ്കിൽ നമുക്ക് സമാധാനമുണ്ടാകുകയില്ല. നമ്മൾ കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കേണ്ട വ്യക്തികൾക്ക് കൊടുത്തില്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകുകയില്ല. ഇതിൽ ഇപ്പോൾ വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നുണ്ട്, നമ്മൾ ഭർത്താക്കന്മാരോട് എങ്ങനെ വിധേയരായിരിക്കണം. സൗമ്യതയും ശാന്തതയും നിറഞ്ഞ ഒരു ഹൃദയത്തോടെ അവരെ ശുശ്രൂഷിക്കുമ്പോഴാണ് കർത്താവിൻ്റെ കൃപ നമ്മളിൽ വരിക. അതുപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് വിശുദ്ധ പത്രോസ്ലീഹ പറയുന്ന ഒരു ഉപദേശമുണ്ട്. സ്ത്രീ ബലഹീന പാത്രയാണെങ്കിലും അവൾ ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്താതിരിക്കാനാണ്.
അപ്പോൾ പരസ്പരം ബഹുമാനിക്കുമ്പോഴാണ് ഒരു കുടുംബജീവിതത്തെ ഏറ്റവും പരിശുദ്ധിയിൽ കൊണ്ടുപോകാൻ സാധിക്കുക. വിശുദ്ധ പൗലോസ്ലീഹായും 1 തിമോത്തി 2:8-15 വരെയുള്ള തിരുവചനത്തിലും പറയുന്നുണ്ട്, അവർ എങ്ങനെയാണ് കൈകളുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവിടെ കർത്താവിൻ്റെ കൃപ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. പുരുഷന്മാർ കോപമോ കലഹമോ കൂടാതെ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ സഹോദരന്മാർക്ക് കൊടുക്കുന്ന ഉപദേശം. സഹോദരിമാർക്ക് കൊടുക്കുന്ന ഉപദേശം 1 തിമോത്തി 2:15 തിരുവചനത്തിലാണ്. വിശുദ്ധിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും എളിമയിലും നിലനിൽക്കുമ്പോൾ മാതൃത്വത്തിലൂടെ അവൾ രക്ഷിക്കപ്പെടും എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുക. അതിൽ 4 സ്വഭാവങ്ങൾ പറയുന്നുണ്ട്. ഈ ഓരോ പുണ്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ വിനയം, വിശ്വാസം, വിശുദ്ധി, സ്നേഹം, ഈ 4 പുണ്യങ്ങൾ ഓരോ സഹോദരിമാരിലും മാംസം ധരിക്കുമ്പോൾ, ആ വചനത്തെ നമ്മൾ ഹൃദ്യമായി സ്വീകരിക്കുമ്പോൾ നമ്മളിൽ മാതൃത്വം, ദൈവത്തിൻ്റെ സ്വഭാവമാണ് മാതൃത്വം. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 27-ാം അധ്യായം 10-ാം തിരുവചനത്തിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിൽ 15-16 ഒക്കെ തിരുവചനത്തിൽ ദൈവം പറയുന്നുണ്ട്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് ദൈവം ആ മാതൃത്വം സ്വീകരിച്ചുകൊണ്ട്, ആ മാതൃത്വത്തിൻ്റെ സ്വഭാവം ദൈവം സ്വീകരിച്ചുകൊണ്ടാണ് നമുക്ക് ആ വചനം പറഞ്ഞു തരിക. അപ്പോൾ ആ യഥാർത്ഥ സ്നേഹം നമ്മളിൽ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവത്തിൻ്റെ എളിമ എല്ലാം നമ്മളിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് അവിടെ നമ്മളെ കൊണ്ടുപോവുകയാണ്. അതിലൂടെ ദൈവത്തിൻ്റെ മാതൃത്വം നമുക്ക് തരികയാണ്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് അവിടുന്ന് പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചിരിക്കുക. അപ്പോൾ ഓരോ കുടുംബജീവിതത്തിൻ്റെ മാധുര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ തന്നെ പരിശുദ്ധിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏറ്റവും വലിയ കൃപയാണ് ഒരു ദാമ്പത്യ ജീവിതം അഥവാ കുടുംബജീവിതം. പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെയും വിശുദ്ധിയിൽ വളരുന്നതിലൂടെയും അവിടെ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ അവർക്ക് സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ ഈ വചനത്തെ കൂടെ മനസ്സിലാക്കി. നമ്മൾ ഈ വചനത്തിലൂടെ വന്നു കഴിയുമ്പോഴാണ്, ഈ വചനത്തെ നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോഴാണ് പുതിയ സൃഷ്ടിയായിട്ട് നമ്മൾ മാറുക. ഇവിടെ പറയുകയാണ് 2 കൊരിന്ത്യർ 5:17 ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി. നമ്മൾ പരസ്പരം മനസ്സിലാക്കുമ്പോൾ അംഗീകരിക്കുമ്പോഴൊക്കെ പഴയതെല്ലാം കടന്നുപോയി പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ്. എഫെസസ് 4:17-24 വരെയുള്ള വചനത്തിലും ക്രിസ്തുവിനെ നമ്മൾ ധരിക്കുകയാണ്. നിങ്ങളുടെ പഴയ ജീവിതത്തിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ, യേശുക്രിസ്തുവിനെ നമ്മൾ ധരിക്കുമ്പോൾ ഈ പാപങ്ങൾ എല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകും. സമാധാനം നമ്മുടെ കുടുംബത്തിൽ വരും. ഇതിലൊരു ഉദാഹരണം ബ്രദർ പറയുന്നുണ്ട്. എത്ര കോടികളുണ്ടെങ്കിലും, എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര മക്കളുണ്ടെങ്കിലും പരസ്പര വിധേയത്വം ഇല്ല എങ്കിൽ അവിടെ സമാധാനം ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുക. എന്തെല്ലാം ഉണ്ടായാലും അപ്പോൾ ആ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ, അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പോകുന്ന സന്ദേശമാണ്, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത് എന്നാ പറയുക. ആ ഒരു സമാധാനത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ സമാധാനം നമ്മിൽ വരുന്നത് എപ്പോഴാണ്? നമ്മുടെ ഹൃദയത്തെ മാറ്റി അവിടെ നന്മയുള്ള ഒരു ഹൃദയം സ്ഥാപിക്കുമ്പോഴാണ്. അതിനുശേഷം ഇവിടെ പറയുന്നുണ്ട്, ചിലരെ 3 കൗൺസിലിംഗ് ചെയ്താലേ കർത്താവിൽ വരികയുള്ളൂ. ഒരു കൗൺസിലിങ്ങിൽ 3 മണിക്കൂറെങ്കിലും എടുക്കണം. ഓരോ ആത്മാവിന് വേണ്ടിയും നമ്മൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ആ ആത്മാക്കളെ വചനം കൊണ്ട് കഴുകി വെണ്മയുള്ളതാക്കുമ്പോഴാണ് അവരിൽ നിന്ന് ഈ ലോകത്തിൻ്റെ അരൂപി അഥവാ അവരെ ഏതാണോ പാപം ബന്ധിച്ചിരിക്കുക ആ പാപബന്ധനത്തിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുക. 2 കൊരിന്ത്യർ 4:4 പറയുന്നുണ്ട്,
ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ ഹൃദയത്തെ അന്ധമാക്കിയിരിക്കുന്നു, അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ സുവിശേഷം അവർക്ക് ദൃശ്യമല്ല. ആ ഈശോയെ നമ്മൾ കാണാത്തതിൻ്റെ കാരണം നമ്മളെ പല പാപബന്ധനങ്ങളും ചുറ്റപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഓരോ കൗൺസിലിങ്ങിലും നമ്മൾ വചനം കൊടുത്ത് കർത്താവിൻ്റെ 10 പ്രമാണങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരെ യഥാർത്ഥമായ വഴിയും സത്യവും ജീവനുമായ ഈശോയിലേക്ക് നയിക്കണം. ചിലപ്പം മണിക്കൂറുകളെടുക്കും, ചിലത് ദിവസങ്ങളെടുക്കും. അവർ ഒരു മെഡിസിൻ കഴിക്കുന്നത് പോലെ തന്നെ കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിക്കുമ്പോൾ, ആ വചനങ്ങൾ പാലിക്കുമ്പോൾ, അത് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അവർക്കവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ 2 ഉം 3 ഉം പ്രാവശ്യം നമ്മൾ കൗൺസിലിംഗ് സ്വീകരിക്കുമ്പോഴാണ് ആ പാപബോധം നമ്മളിലുണ്ടാകുക. അതിലൂടെ അവർക്ക് കുമ്പസാരം ലഭിക്കുമ്പോഴാണ് പാപമോചനം ഉണ്ടാകുക. കുമ്പസാരത്തിലൂടെയാണ് പാപമോചനം ഉണ്ടാകുക. പലപ്പോഴും നമ്മുടെ പാപബന്ധനങ്ങൾ വിട്ടു പോകണമെങ്കിൽ വചനം നമ്മൾ കേട്ട് വരുമ്പോഴാണ്. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ആ യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ കേട്ട് വരുമ്പോഴാണ് നമ്മൾ ആ പാപം എന്താണ്, നന്മ എന്താണ്, തിന്മ എന്താണ്, അശുദ്ധി എന്താണ്, വിശുദ്ധി എന്താണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. പറയുന്നുണ്ട്, പിശാചിന് അനേകം രഹസ്യങ്ങളുണ്ട്, നമ്മളെ പലതരത്തിൽ അന്ധരാക്കി വയ്ക്കും. അതിൽ നിന്ന് പൊട്ടിച്ച് നമ്മൾ നന്മയിലേക്ക് വരണമെങ്കിൽ കർത്താവിൻ്റെ വചനം നമുക്കുണ്ടായിരിക്കണം. വചനത്താൽ കഴുകി വെണ്മയുള്ളവരാക്കുവാൻ സാധിക്കുക. എഫെസ്യർ ലേഖനം 5-ാം അധ്യായത്തിൽ 26-ഉം 27-ഉം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വചനത്താൽ കഴുകി അവരെ ചുറുവോ കറയോ കളങ്കമോ ഇല്ലാത്തവരാക്കി മാറ്റുന്നത് നമ്മൾ ഓരോരുത്തരും ഈശോയുടെ ഈ വചനം പാലിച്ചിട്ട് അവർക്ക് ആ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ്. ഇന്ന് കേട്ട വചനങ്ങളെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവാൻ, ഹൃദ്യമായ ഗന്ധം ദൈവസന്നിധിയിൽ എത്തിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കണം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഹൃദയ പരിച്ഛേദനമാണ്, ഹൃദയത്തിൻ്റെ മാറ്റമാണ്. അത് നമുക്ക് പരിശുദ്ധ മറിയത്തോട് യാചിക്കാം. നമ്മൾ ഓരോ കുമ്പസാരത്തിലൂടെ നമ്മൾ ഈശോയുമായിട്ട് കൂടുതൽ അടുക്കുവാനായിട്ടും പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഇതിൽ നമ്മൾ കണ്ടു, പടിപടിയായിട്ട് നമ്മൾ ഈശോയിൽ വരികയുള്ളൂ. പെട്ടെന്ന് നമുക്ക് ഈശോയിൽ വളരുവാൻ സാധിക്കുകയില്ല. ഓരോ വചനങ്ങളും അനുസരിക്കുമ്പോൾ, സത്യത്തെ സത്യമായി തന്നെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാൻ സാധിക്കുക. വചനത്തിലൂടെയാണ് നമ്മൾ ഓരോ പ്രാവശ്യവും വിശുദ്ധീകരിക്കപ്പെടുന്നത്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഈശോയുടെ വചനം കേട്ട് വരുമ്പോഴാണ് നമുക്ക് ശുദ്ധി വരുന്നത്. അപ്പോൾ പരിശുദ്ധ മറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഓരോ പ്രമാണങ്ങളെക്കുറിച്ചും കൂടുതൽ ധ്യാനിച്ചുകൊണ്ട് നമ്മളിൽ വന്നിരിക്കുന്ന പാപങ്ങൾ നമ്മൾ കുമ്പസാരത്തിലൂടെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ കൃപയ്ക്ക് യോഗ്യരാക്കണമേ എന്ന് പരിശുദ്ധ മറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.